അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനേ അങ്ങേ ഞങ്ങൾ ആരാധിച്ചിടുന്നീതാ. ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥനെ ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവനാദീനം തന്നു പാപത്തിൻ കാറപൂക്കി രക്ഷിച്ചതാലങ്ങേ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കാം. വാഗ്ദത്തം പോലെ നിന്റെ സന്നിധാനേ നിൻ മക്കൾ കൂടിയിടുമ്പോ മാധ്യവന്നാനുഗ്രഹം മാധ്യവന്നാനുഗ്രഹം ചെയ്തവൻ നീ മാത്രമേ. അങ്ങേ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കും. ആദിമ നൂറ്റാണ്ടിൽ നിന്ദാസർ മാർക്കോസിൻ മാളികയിൽ നിന്നാത്മാ പകർന്നപ്പോൾ നിന്ദാസർ മധ്യത്തിൽ നിൻ ശക്തിയായ ചീടുക. നിന്നെ ഞങ്ങൾ ആത്മാവിൽ ആരാധിക്കാം. വിശുദ്ധ വേദഭാഗം 143 സങ്കീർത്തനം 1 മുതലുള്ള ചില തിരുവചനങ്ങൾ. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ യാചനകൾക്ക് ചെവി താരേണമേ. എൻ്റെ വിശ്വസ്തതയാലും നീതിയാലും എനിക്ക് ഉത്തരം അരുളേണമേ. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഭാഗം കൂടി നമുക്ക് ചിന്തിക്കാം. യേശുവിലൂടെയുള്ള രക്ഷ എന്നതിനെ കുറിച്ച്. അപ്പോസ്തല പ്രവൃത്തികൾ 16:31 കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയരെ, ഇന്ന് ലോകത്തിൽ എല്ലാവരും രക്ഷ തേടുകയാണ്. രോഗത്തിൽ നിന്ന് രക്ഷ, കടത്തിൽ നിന്ന് രക്ഷ, ഭയത്തിൽ നിന്ന് രക്ഷ. പക്ഷേ ഏറ്റവും വലിയ രക്ഷ, പാപത്തിൽ നിന്നും നിത്യ നരകത്തിൽ നിന്നുമുള്ള രക്ഷ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്നാമതായി രക്ഷ ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് റോമർ 3:23 പറയുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മുടെ പാപം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റി. ആ പാപത്തിന്റെ ശിക്ഷ മരണമാണ്. നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ പണം, ആഭരണം, മറ്റ് പ്രശസ്തി എന്നിവ കൊണ്ടോ നമുക്ക് നേടുവാൻ കഴിയുന്നതല്ല രക്ഷ. രണ്ടാമതായി രക്ഷ എങ്ങനെ ലഭിക്കും? യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. യേശു കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു, രക്തം ചിന്തി, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ത്യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ സൗജന്യമായി നമുക്ക് ലഭിക്കുന്നു. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിൽ യാഗമായതെന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ദൈവമായി ജീവിക്കുന്നു. നമ്മുടെ പാപത്തിന് വേണ്ടി യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ടത് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി കഴിയുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:8 കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതായി രക്ഷ കുടുംബത്തിനും ഉള്ള വാഗ്ദത്തമാണ് എന്ന് കാണുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നാണ്. നീ വിശ്വസിക്കുമ്പോൾ ദൈവം നിന്റെ കുടുംബത്തെ മറക്കുന്നില്ല. നിന്റെ വിശ്വാസവും പ്രാർത്ഥനയും നിന്റെ ഭവനത്തെ രക്ഷയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യേണ്ടതായ കാര്യം മുട്ടുകുത്തി പറയുക, കർത്താവായ യേശുവേ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന്.
ഹല്ലേലൂയ. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം പഠിക്കുമ്പോൾ, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് ഹിമം പോലെ വെളുക്കും. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങേ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ആയുസിന്റെ ഒരു ദിനം കൂടി തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയുവാനില്ല കർത്താവേ. ഇന്നയോളം അടിയങ്ങളെ നടത്തിയ കൃപകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും കുടുംബമായി നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെട്ട് പ്രാർത്ഥനയ്ക്കായി ഹല്ലേലൂയ ആമേൻ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥന അഭിഷേക സ്തോത്രത്തോടുകൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നാഥാ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിനെന്നുള്ള ദൈവത്തിന്റെ വചനം പോലെ കർത്താവേ, നിങ്ങളൊരു മനസ്സോടെ അപ്പന്റെ സന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളുമായി കടന്നു വരുന്ന നാഥാ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം 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 നാഥാ. ഹല്ലേലൂയ. അപ്പാ, അങ്ങ് ചെയ്ത സകല നന്മകൾക്ക് നന്ദി പറയുന്നു. ഈ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തക്കൊണ്ട് അടിയങ്ങളുടെ ജീവിതത്തിൽ തന്ന മകൾ ഭാഗ്യത്തിനായി നന്ദി പറയുന്നു. നിത്യ നരകത്തിൽ നിന്ന് അടിയങ്ങളെ നിത്യജീവന്റെ വഴിയിലേക്ക് തിരിച്ച് യേശുവിന്റെ മകൾ സ്നേഹത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. അപ്പം എല്ലാ കുടുംബങ്ങളിലും യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണമേ. അനുഗ്രഹിക്കുമാടിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളാം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ സമാധാന സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.